കൈകാര്യം ചെയ്യുക. ഇത് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഹാൻഡിൽ. കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ. ഓക്കെ, അവൻ സാഹചര്യം നല്ല പോലെ കൈകാര്യം ചെയ്തു. അവൻ ആ സാഹചര്യം നല്ല പോലെ കൈകാര്യം ചെയ്തു. ഇത് നമ്മളെങ്ങനെ പറയും? ഹി ഹാൻഡിൽഡ്. He handled the situation very well. അവൻ നല്ല പോലെ സാഹചര്യം കൈകാര്യം ചെയ്തു. He handled the situation very well. He handled the situation very well. ഓക്കെ, കുട്ടികളെ കൈകാര്യം ചെയ്യാൻ അവൾ മിടുക്കിയാണ്. നമ്മൾ ചിലപ്പോൾ പറയും അല്ലേ, കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അവൾ മിടുക്കിയാണ്. ഇത് നമ്മളെങ്ങനെ പറയും? She is good at handling kids. She is good at handling kids. കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അവൾ മിടുക്കിയാണ്. She is good at handling kids. She is good at handling kids. കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ മിടുക്കനാണ്. ഇത് നമ്മളെങ്ങനെ പറയും? ലെറ്റ് മി നോ ഇൻ ദ കോമൻറ്റ്സ്. അവൾ എന്നെ പേടിപ്പിച്ചു. ഇത് നമ്മളെങ്ങനെയാ പറയാ? ഷീ പേടിപ്പിച്ചു, പാസ്റ്റ് ആണ് അല്ലേ? ഷീ സ്കേർഡ് മീ. ഷീ സ്കേർഡ് മീ. അവൾ എന്നെ പേടിപ്പിച്ചു. അവൾ എന്നെ പേടിപ്പിച്ചു. ഷീ സ്കേർഡ് മീ. എന്നെ പേടിപ്പിക്കരുത്, ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഡോണ്ട് സ്കെയർ മീ. എന്നെ പേടിപ്പിക്കരുത്, ഡോണ്ട് സ്കെയർ മീ. അവർ നിന്നെ പേടിപ്പിക്കും. ഫ്യൂച്ചറാണ് പറയുന്നത്. അവർ നിന്നെ പേടിപ്പിക്കും. ഇത് നമ്മളെങ്ങനെ പറയും? They will scare you. അവർ നിന്നെ പേടിപ്പിക്കും. They will scare you. They will scare you. എൻ്റെ ഹോംവർക്ക് കഴിഞ്ഞു. ഹോംവർക്കിൻ്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ ഹോംവർക്ക് കഴിഞ്ഞു. HW എന്ന് ഞാനിവിടെ ഷോർട്ട് ഫോം ആക്കി എഴുതിയതാണ് കേട്ടോ. എൻ്റെ ഹോംവർക്ക് കഴിഞ്ഞു എന്നെങ്ങനെ നമ്മൾ പറയും? I finished my homework. എൻ്റെ ഹോംവർക്ക് കഴിഞ്ഞു. I finished my homework. എൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞു. ഇത് നമ്മളെങ്ങനെ പറയും? I finished reading the book. I finished reading the book. എൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞു. I finished reading the book എന്ന് നമുക്ക് പറയാം. പാല് തീർന്നു. ഇത് നമ്മളെങ്ങനെ പറയും? We ran out of milk. പാല് തീർന്നു. We ran out of milk. പലചരക്ക് സാധനങ്ങൾ തീർന്നു. ഇത് നമ്മളെങ്ങനെ പറയും? We ran out of groceries. We ran out of groceries. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫിനിഷ്ഡും ഇവിടെ റാൻ ഔട്ടും ഉപയോഗിച്ചത്? അതായത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനിഷ്ഡ് യൂസ് ചെയ്യുക. എന്നാൽ സാധനങ്ങൾ ഇനി ഉപയോഗിക്കാനായിട്ട് ഇല്ല, തീർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ റാൻ ഔട്ട് യൂസ് ചെയ്യും. അപ്പോൾ റാൻ ഔട്ട് വെച്ചിട്ടും ഫിനിഷ്ഡ് വെച്ചിട്ടും ഓരോ സെൻറ്റൻസസ് ഒന്ന് കോമെൻറ്റ് ചെയ്യണേ. മുടി കെട്ടുക. ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ടൈ ദ ഹെയർ. മുടി കെട്ടുക, ടൈ ദ ഹെയർ എന്ന് പറയാം. ഇനി മുടി അഴിക്കുക. ഇതെങ്ങനെ പറയും? അൺടൈ ദ ഹെയർ. അൺടൈ ദ ഹെയർ. മുടി അഴിഞ്ഞു. ഇത് നമ്മളെങ്ങനെ പറയും? The hair came untied. അപ്പോൾ മുടി അഴിഞ്ഞു എന്നെങ്ങനെ നമ്മൾ പറയും? The hair came untied എന്ന് പറയും. അപ്പോൾ മുടി അഴിഞ്ഞു, the hair came untied. മുടി അഴിഞ്ഞു, the hair came untied. അപ്പോൾ ഷൂവിൻ്റെ ലേസ് അഴിഞ്ഞു. ഇത് നമ്മളെങ്ങനെ പറയും? The shoelace came untied. The shoelace came untied എന്ന് പറയും. നിനക്ക് നീന്തൽ പഠിക്കാമായിരുന്നു. ഓക്കെ, നിന്നെക്കൊണ്ടത് സാധിക്കുമായിരുന്നു
നിനക്ക് പഠിക്കാമായിരുന്നു. ഇത് നമ്മളെങ്ങനെ പറയും? യു കുഡ് ഹാവ് ലേൺഡ് സ്വിമ്മിങ്. യു കുഡ് ഹാവ് ലേൺഡ് സ്വിമ്മിങ്. നിനക്ക് നീന്തൽ പഠിക്കാമായിരുന്നു, നിനക്കത് ചെയ്യാമായിരുന്നു. ഓക്കെ, നീ അവിടെ പോയിരുന്നെങ്കിൽ നീന്തൽ പഠിക്കുമായിരുന്നു, അല്ലെങ്കിൽ നീ അവിടെ പോയിരുന്നെങ്കിൽ നീന്തൽ പഠിച്ചേനെ. ഇതെങ്ങനെ പറയും? യു വുഡ് ഹാവ് ലേൺഡ് സ്വിമ്മിങ് ഇഫ് യു ഹാഡ് ഗോൺ ദെയർ. നീ അവിടെ പോയിരുന്നെങ്കിൽ നീന്തൽ പഠിക്കുമായിരുന്നു, നീ അവിടെ പോയിരുന്നെങ്കിൽ നീന്തൽ പഠിച്ചേനെ. യു വുഡ് ഹാവ് ലേൺഡ് സ്വിമ്മിങ് ഇഫ് യു ഹാഡ് ഗോൺ ദെയർ. ഇനി നീ നീന്തൽ പഠിക്കണമായിരുന്നു, നീ അത് ചെയ്യണമായിരുന്നു. ഇത് നമ്മളെങ്ങനെ പറയും? യു ഷുഡ് ഹാവ് ലേൺഡ് സ്വിമ്മിങ്. യു ഷുഡ് ഹാവ് ലേൺഡ് സ്വിമ്മിങ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു സെൻറ്റൻസ് പറയാം. ഓക്കെ, അവന് പാസ്സാകാമായിരുന്നു, അവൻ പാസ്സായേനെ, അവൻ പാസ്സാകണമായിരുന്നു. ഇത് മൂന്നും ഒന്ന് കോമൻറ്റ് ചെയ്യണേ. അവർ എന്നെ കരയിപ്പിച്ചു. ഇത് നമ്മളെങ്ങനെ പറയും? ദേ മെയ്ഡ് മീ ക്രൈ. അവർ എന്നെ കരയിപ്പിച്ചു. ദേ മെയ്ഡ് മീ ക്രൈ. ദേ മെയ്ഡ് മീ ക്രൈ. അവളെ കരയിപ്പിക്കരുത്, ചെയ്യരുത് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഡോണ്ട് മേക്ക് ഹെർ ക്രൈ. ഡോണ്ട് മേക്ക് ഹെർ ക്രൈ. അവളെ കരയിപ്പിക്കരുത്. ഡോണ്ട് മേക്ക് ഹെർ ക്രൈ. ഇമോഷണൽ മൂവീസ് എന്നെ കരയിപ്പിക്കും. ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര സാഡ് ആയിട്ടുള്ള മൂവീസ് ചിലപ്പോൾ നമ്മളെ കരയിപ്പിക്കും അല്ലേ? ആകാശദൂത് സിനിമ എന്നെ എപ്പോഴും കരയിപ്പിക്കും. ഇത് നമ്മൾ എങ്ങനെ പറയുമെന്ന് നോക്കാം. ഇമോഷണൽ മൂവീസ് will make me cry. Will make me cry. ആകാശദൂത് സിനിമ എന്നെ കരയിപ്പിച്ചു. ഇത് നമ്മളെങ്ങനെ പറയും? ലെറ്റ് മീ നോ ഇൻ ദ കോമൻസ്. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അമ്മ ശകാരിക്കും, വഴക്ക് പറയും. ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അമ്മ ഓർ മോം സ്കോൾഡഡ്. വഴക്ക് പറയുക എന്ന് പറയാനായിട്ട് സ്കോൾഡ്. അപ്പോൾ ഇവിടെ ഓൾറെഡി വഴക്ക് പറഞ്ഞു, അപ്പോൾ സ്കോൾഡഡ്. ആരെ? എന്നെ. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. മോം സ്കോൾഡഡ് മീ. മോം സ്കോൾഡഡ് മീ. രമ അവളെ വഴക്ക് പറയും. ഇതെങ്ങനെ പറയും? രമ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? വരാൻ പോകുന്ന കാര്യം, ഭാവിയെക്കുറിച്ച്. രമ വിൽ സ്കോൾഡ് ഹർ. രമ അവളെ വഴക്ക് പറയും. രമ വിൽ സ്കോൾഡ് ഹർ. മിനി അവനെ വഴക്ക് പറയുമായിരിക്കും. ചിലപ്പോൾ മിനി അവനെ വഴക്ക് പറയുമായിരിക്കും. ഉറപ്പില്ല, നമ്മൾ പ്രോബബിലിറ്റി ആണ് പറയുന്നത് അല്ലേ? സാധ്യതയാണ് പറയുന്നത്. അപ്പം നമ്മളെങ്ങനെ പറയും? മിനി മൈറ്റ് അല്ലെങ്കിൽ മേ സ്കോൾഡ് ഹിം. മിനി മൈറ്റ് സ്കോൾഡ് ഹിം അല്ലെങ്കിൽ മിനി മേ സ്കോൾഡ് ഹിം എന്ന് നമുക്ക് പറയാം. വഴക്ക് കൂടരുത്. ഇത് നമ്മളെങ്ങനെ പറയും? ഡോണ്ട് ഫൈറ്റ്. വഴക്ക് കൂടരുത്, ഡോണ്ട് ഫൈറ്റ് എന്ന് പറയാം. നുണ പറയരുത്. ഇതെങ്ങനെ പറയും? ഡോണ്ട് ലൈ. ഡോണ്ട് ലൈ എന്ന് നമുക്ക് പറയാം. ശാഠ്യം പിടിക്കരുത്. ഇത് നമ്മളെങ്ങനെ പറയും? സ്റ്റോപ്പ് ബീയിങ് adamant. Stop being adamant അല്ലെങ്കിൽ stubborn. Stop being adamant അല്ലെങ്കിൽ stop being stubborn എന്ന് നമുക്ക് പറയാം. കൊഞ്ചരുത്. ഇത് നമ്മളെങ്ങനെ പറയും? Stop being coddled അല്ലെങ്കിൽ stop being pampered എന്ന് പറയാം. സ്റ്റോപ്പ് ബീയിങ് കോഡൽഡ്, സ്റ്റോപ്പ് ബീയിങ് പാമ്പേർഡ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ സ്റ്റോപ്പ് ബീയിങ് ലൈക്ക് എ ബേബി
എന്ന് പറയാം. സ്റ്റോപ്പ് ബീങ് ലൈക്ക് എ ബേബി എന്ന് പറയാം. അഡൽട്സിൻ്റെ ന്യൂ ബാച്ച് ഈ വരുന്ന October 28 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.